കേരളത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗുരുതരമായ അപാകതകളും ക്രമക്കേടും കെ.സി. വേണുഗോപാൽ എം.പി. ലോക്സഭയിൽ ഉന്നയിച്ചു. നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവും സബ് കോൺട്രാക്ട് സംവിധാനത്തിലെ അനാസ്ഥയും സർവീസ് റോഡുകളുടെ ദുരവസ്ഥയും സംബന്ധിച്ച് ഗൗരവപരമായ പരിശോധനയും സമഗ്രമായ അന്വേഷണവും നടത്തണമെന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗുരുതരമായ അപാകതകളും ക്രമക്കേടും ലോക്സഭയിൽ കെ.സി. വേണുഗോപാൽ എം.പി. ഉന്നയിച്ചു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കൂരിയാടും അരൂരിലും കൊല്ലത്തും നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നുണ്ടായ അപകടങ്ങളും കെ.സി. വേണുഗോപാൽ എടുത്തു പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവും സബ് കോൺട്രാക്ട് സംവിധാനത്തിലെ അനാസ്ഥയും സർവീസ് റോഡുകളുടെ ദുരവസ്ഥയും സംബന്ധിച്ച ഗൗരവമായ പരിശോധനയും സമഗ്രമായ അന്വേഷണവും നടത്തണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണലിന്റെ ഗുണനിലവാരക്കുറവാണ് അപകടങ്ങളുടെ അടിസ്ഥാന കാരണമെന്നും എം.പി. ആരോപിച്ചു. വിവിധ റീച്ചുകളിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപകരാർ ലഭിച്ച കമ്പനികളുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നതെന്നും ഇവിടെ പ്രധാന കരാറുകാരൻ പലപ്പോഴും ചിത്രത്തിൽ തന്നെ ഇല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. അതേസമയം അപാകതകൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി. കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചയും ഗതാഗത നിയന്ത്രണത്തിൽ അലംഭാവവും ഉണ്ടായതായും മന്ത്രി സമ്മതിച്ചു. സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനും നിർമ്മാണ മേഖലയിൽ താൽക്കാലിക ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും റോഡുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും നടപടി സ്വീകരിക്കാമെന്നും മന്ത്രി എം.പിക്ക് ഉറപ്പു നൽകി. CDNet ന്യൂസ്, കായംകുളം.